ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കപ്പയും മീൻകറി ഉണ്ടാക്കാനാട്ടോ പോണത്. അപ്പോൾ ഇന്ന് പത്മമ്മ വന്ന സമയത്ത് എനിക്കൊരു കപ്പക്കിഴങ്ങ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം വലുത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. കപ്പ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് ഇടാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. കപ്പ വെന്തതിന് ശേഷം വെള്ളം ഊറ്റിക്കളയും. പെട്ടെന്ന് വേഗം കപ്പയായിരുന്നു, അതുകൊണ്ട് 2 വിസിലായപ്പോഴേക്ക് കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കപ്പയ്ക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. ചിരകിയ നാളികേരം, കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ഇട്ടാലും മതി കേട്ടോ. നല്ല ജീരകം, വെളുത്തുള്ളി, ചെറിയുള്ളി, ഇത്തിരി കുരുമുളക് കൂടെ ഇടുന്നുണ്ട്. ചക്കയ്ക്കും കപ്പയ്ക്കൊക്കെ ഇത്തിരി കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടിട്ട് നമുക്കിത് ചതച്ചെടുക്കാം. ചതച്ച തേങ്ങയും കറിവേപ്പിലയും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ അതാ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാം. ആദ്യം തന്നെ ഇത്തിരി വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളിയും കൂടെ ചതച്ചെടുക്കുന്നുണ്ട്. പുളിക്കനുസരിച്ച് കുടംപുളി നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് പച്ചമണം മാറിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ വെള്ളത്തിലിട്ടച്ച കുടംപുളിയും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ച മീനിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ടാൽ നമ്മുടെ മീൻകറി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കനും കൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.